പോലീസിന്റെ യൂണിഫോം ഇട്ട് അമ്മയുടെ മുന്നിലെത്തണം. അതായിരുന്നു അമ്മ ചന്ദ്രികയുടെ ഏറ്റവും വലിയ സ്വപ്നം. ഭർത്താവിന്റെ മരണത്തിന് പിന്നാലെ തയ്യൽ മെഷീന്റെ ശബ്ദത്തിലൂടെയാണ് അവൾ മക്കളെ വളർത്തിയത്. മിടുക്കനായ ആനന്ദ് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി. പക്ഷേ യൂണിഫോം ഇട്ട മകൻ അമ്മയുടെ കണ്ണിന് മുന്നിലെത്തുന്നതിന് മുൻപേ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ നിശ്ചല ശരീരമായാണ് വീട്ടിലെത്തിയത്. മകൻ ആത്മഹത്യ ചെയ്യില്ലെന്നാണ് ആ അമ്മയും ചേട്ടനും ഇപ്പോഴും വിശ്വസിക്കുന്നത്. അവൻ അങ്ങനെ ചെയ്തെങ്കിൽ തന്നെ അതിന് തക്കതായ കാരണവും ഉണ്ടാകുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. മകന്റെ ഒരു സാധാരണ മരണമാക്കി മാറ്റാനാണ് പോലീസുകാർ ശ്രമിക്കുന്നത്. എന്നാൽ ക്യാമ്പിൽ അവനെ മാനസികമായി പീഡിപ്പിക്കുന്നത് സഹിക്കാൻ കഴിയാതെ ആനന്ദ് ആത്മഹത്യ ചെയ്തത് എന്നാണ് അമ്മ ചന്ദ്രിക കരഞ്ഞുകൊണ്ട് പറയുന്നത്. ആനന്ദ് മുൻപ് തന്നെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നും ഇക്കാര്യം പിന്നീട് മാത്രമാണ് കുടുംബം അറിഞ്ഞത് എന്നും അമ്മ പറയുന്നുണ്ട്. സെപ്റ്റംബർ 16-ന് ഇരു കൈകളിലും മുറിവേൽപ്പിച്ച് ജീവൻ അവസാനിപ്പിക്കാൻ ആനന്ദ് ശ്രമിച്ചിരുന്നു. സംഭവം അറിഞ്ഞത് ക്യാമ്പിലെത്തിയപ്പോൾ മാത്രമാണ്. ആനന്ദിന്റെ കൈകളിൽ തുന്നിക്കെട്ടുകൾ ഉണ്ടായിരുന്നു. ആ വിവരം അമ്മയെ നടുങ്ങിച്ചു. എന്നാൽ അന്ന് ആനന്ദ് കുടുംബത്തോട് ഒന്നും വ്യക്തമാക്കാതെ ഫുൾ കൈ ഷർട്ടിട്ടാണ് സംസാരിച്ചത്. കൈകളിലെ മുറിവുകൾ മറച്ചുവെച്ചത് തന്നെയായിരുന്നു. ചെറിയ മുറിവ് മാത്രമാണ്, വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിക്കാനും ശ്രമിച്ചു. പക്ഷേ മുറിവിന്റെ ഗൗരവം കുടുംബം പിന്നീട് മാത്രമേ മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. ആനന്ദിന്റെ കൈകളിൽ 5 തുന്നിക്കെട്ടുകൾ ഉണ്ടെന്ന കാര്യം കുടുംബം നേരിട്ട് കണ്ടറിഞ്ഞതല്ല. അതറിയാൻ കഴിഞ്ഞത് ബറ്റാലിയൻ DIGയിൽ നിന്നാണ്. ഇതാണ് അമ്മ ചന്ദ്രികയുടെ വെളിപ്പെടുത്തൽ. സംഭവം അറിഞ്ഞ ശേഷം അമ്മയും സഹോദരനും വിഷമത്തോടെ ആനന്ദിനെ ഫോണിൽ ബന്ധപ്പെട്ടു. കയ്യിൽ മുറിവുണ്ടെന്ന് കേട്ടു, എന്താണ് സംഭവിച്ചത് എന്ന് അമ്മ ചോദിച്ചപ്പോൾ ആനന്ദ് മറുപടി നൽകിയില്ല. വിഷയം മാറ്റിക്കൊണ്ട് ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇതിനെക്കുറിച്ച് ഓർമ്മിക്കുന്ന അരവിന്ദ് പറയുന്നു, ഉദ്യോഗസ്ഥരെ പേടിച്ചതുകൊണ്ടായിരിക്കാം അവനൊന്നും തുറന്നു പറഞ്ഞില്ല. എന്തെങ്കിലും സംഭവിച്ചാലും നമ്മോട് പറയാൻ അവന് മടിയുണ്ടായിരുന്നു. അരവിന്ദ് കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ കുടുംബത്തിന്റെ പശ്ചാത്തലം അറിയുന്നവർക്ക് വ്യക്തമാണ് ആനന്ദ് ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ആളല്ല എന്ന്. അമ്മയ്ക്കു വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും എന്നും പോരാടിയവനാണ് അവൻ. അതിനാൽ അവൻ സ്വയം ജീവൻ അവസാനിപ്പിച്ചുവെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് ആനന്ദിനെ ബാരക്കിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ക്യാമ്പ് അധികൃതർ നൽകിയ വിവരങ്ങളിൽ സംശയമുണ്ടെന്നാണ് കുടുംബത്തിന്റെ പക്ഷം. ആത്മഹത്യക്ക് ശ്രമിച്ച ഒരാളെ അതേ സ്ഥലത്ത് തുടരാൻ അനുവദിച്ചതിനു പിന്നിൽ ദുരൂഹതയുണ്ട്. ക്യാമ്പിൽ തന്നെ തുടർന്നോളാമെന്ന് ആനന്ദ് അറിയിച്ചതായി SAPയിലെ പോലീസ് കുടുംബത്തോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ആനന്ദിന് ക്യാമ്പ് അധികൃതരുടെ ഭീഷണി ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് പേരൂർക്കട SAP ക്യാമ്പിലെ ബാരക്കിൽ ആനന്ദിനെ ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. വാർത്തയറിഞ്ഞ ഉടനെ തന്നെ കുടുംബം ക്യാമ്പിലെത്തി. എന്നാൽ ആനന്ദിന്റെ മരണത്തിൽ പല ദുരൂഹതകളുമുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നു. പ്രത്യേകിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുടുംബം മുന്നോട്ട് വെച്ചത്. ആനന്ദ് പലപ്പോഴും സഹോദരൻ അരവിന്ദിനോട് തുറന്നു പറഞ്ഞിരുന്നതായി പറയുന്നു. ജാതി വിവേചനവും മാനസിക പീഡനവും തനിക്ക് നേരിടേണ്ടി വരുന്നുണ്ടെന്ന്. അത് കേട്ടപ്പോൾ തന്നെ വീട്ടുകാർക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. ക്യാമ്പിൽ ഒരുപാട് ട്രെയിനികളോട് മോശമായ രീതിയിൽ സംസാരിക്കാറുണ്ടെന്നും അധിക്ഷേപിക്കുന്ന തരത്തിൽ പെരുമാറാറുണ്ടെന്നും ആനന്ദിന്റെ ചേട്ടൻ പറഞ്ഞിരുന്നു. എന്നാൽ ഭയത്താൽ ആർക്കും തുറന്നു പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല. ഇതാകാം ആനന്ദിന്റെ മരണത്തിന്റെ കാരണമെന്നാണ് വീട്ടുകാർ സംശയിക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.